Good morning, all. A very warm good morning from Teachers Academy. This is here Varsha with you to have a discussion on speaking, and we are airing this live session from our Mavelikara branch. Yes. Good morning, everybody. A very warm good morning to one and all. Okay, so recently when I was just going through the comment section, I just received a comment regarding to have a discussion on a role play card, a scenario which deals with procedure. അപ്പോൾ അതുകൊണ്ട് തന്നെ I don't remember the name, I'm so sorry. So according to that person's wish, I'm here with a role play card discussion on a procedure. ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ് ഷൈബി. ഗുഡ് മോർണിംഗ് സോനിയ. Yes, so people are joining. Let's wait for a couple of minutes and then we'll be proceeding with it, okay? So we are here to have a discussion on a role play with a the situation here is a procedure inquiry. ഒരു പ്രൊസീജിയറിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ആ റോൾ പ്ലേ അപ്രോച്ച് ചെയ്യുക, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഹായ് ശ്രുതി, വെരി ഗുഡ് മോർണിംഗ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ. യെസ്, so people are joining, let them join. So let's move on to the session. So just like I mentioned, we are going to have a discussion on a role play card where the person is coming, or the patient or the bystander, whoever might be, they are coming to have a procedure inquiry. Procedure inquiryക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയായിരിക്കണം അപ്രോച്ച് പോകേണ്ടത്, അതിനെപ്പറ്റി ഒരു ഡിസ്കഷനിലെ ഒരു റോൾ പ്ലേ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ലെറ്റ്സ് ക്വിക്ക്ലി മൂവ് ഓൺ ടു ദി സിനാരിയോ ആൻഡ് ദ സെറ്റിംഗ്. Okay, so in the setting, it is mentioned here that a 50-year-old patient is scheduled for endoscopy to investigate his or her gastro-oesophageal reflux. He or she wants more information. ഇതാണ് നമ്മുടെ സിനാരിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സെറ്റിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് ഇൻ ദ സിനാരിയോ ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് എ 50-year-old patient is scheduled for endoscopy to investigate his or her gastro-oesophageal reflux, and he or she wants more information about that. Hi Swapna, good morning Swapna. Yes, so can you just tell me what kind of a case is this? ഈ ഒരു കേസ് ഏത് കാറ്റഗറിയിലായിരിക്കും വരിക? Can I get some comments from your side? See, just like I always mentioned, this is a role play card discussion. So I want your active participation into it. അപ്പോൾ ഇത് എന്ത് കേസാണെന്നൊന്ന് പറയോ? Yes. Okay, Shruti is saying this is a known case. Okay. Yes, any other suggestion? Roslyn and Sonia are preferring to have a unknown to known. Okay, unknown to known nanu Roslyn and also Sonia പറയുന്നത്. Yes, fine. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? അതോ ഈ രണ്ട് കേസ് തന്നെ എല്ലാവരും ഉറപ്പിക്കുകയാണോ? ഹായ് ജിജി, ഗുഡ് മോർണിംഗ്. Okay, so where എന്തെങ്കിലും suggestions ഉണ്ടോ പറയാൻ? Yes, Surya has commented unknown to known. Okay, fine. Yes. Good morning, Anushree. Okay. സോ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ചിലർ നോൺ എന്ന് പറയുന്നുണ്ട്, ചിലർ അൺനോൺ ടു നോൺ പറയുന്നുണ്ട്. നമുക്കതിലൊരു ക്ലാരിഫിക്കേഷനിലേക്ക് എത്താം. സോ ഹിയർ ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് എ 50-year-old patient is scheduled for endoscopy. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ എന്താണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, പേഷ്യൻറ്റ് ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഓൾറെഡി. എപ്പോഴാണുള്ളത്? ദ പേഴ്സൺ ഇസ് ഗോയിങ് ടു ഹാവ് എ എൻഡോസ്കോപ്പി ടു ഇൻവെസ്റ്റിഗേറ്റ് ഹിസ് ഓർ ഹർ gastro-oesophageal reflux. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട്, എൻഡോസ്കോപ്പി എന്ന പ്രൊസീജിയറിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് നോൺ ആയിട്ട് എടുക്കാം, അൺനോൺ ടു നോൺ എന്നും പറഞ്ഞു. ഈ രണ്ട് സിറ്റുവേഷനിൽ സ്റ്റാർട്ട് ചെയ്താലും ദർ ഇസ് നോ മിസ്റ്റേക്ക് അറ്റ് ഓൾ. ഓക്കെ, ബിക്കോസ് ദ പേഴ്സൺ ഇസ് ഓൾറെഡി ബീൻ ഷെഡ്യൂൾഡ്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു അൺനോൺ ടു നോൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ നോൺ ആയിട്ട് കൺസിഡർ ചെയ്താലും ദർ ഇസ് നോ മിസ്റ്റേക്ക്. ഓക്കെ, യൂഷ്വലി നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്തതെല്ലാം നമ്മൾ എങ്ങനെ എടുക്കുക, ലൈക്ക് ഒരു അൺനോൺ ടു നോൺ പോലെ പ്രൊസീജിയർ ചെയ്യാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നോൺ. രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്താലും ഇതൊരു മിസ്റ്റേക്ക് ഇല്ല.
ഓക്കെ, ബോത്ത് ഓഫ് യുവർ അപ്രോച്ചസ് ആർ ഗുഡ്, ഐ മീൻ റൈറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ദ പേഴ്സൺ വിൽ ബി ഹിയർ എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പേഴ്സണ് കുറച്ചും കൂടി എന്താണ് ക്ലാരിറ്റി വേണം. സോ ഇറ്റ് ഈസ് യോർ വിൽ ദ വേ യു വിൽ ബി അപ്രോച്ചിങ്. ഈ രണ്ട് രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാലും ദർ ഇസ് നോ മിസ്റ്റേക്ക് അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു നോൺ കേസായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു വിൽ ബി ഡൂയിങ്? വി ഹാവ് ടു ആസ്ക് ദ പേഷ്യൻസ് നെയിം ഡ്യൂറിങ് ദി 3 minutes പ്രിപ്പറേഷൻ ടൈം, അല്ലേ? 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേഷ്യൻ്റെ നെയിം ചോദിക്കുന്നു. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് വെൻ വി പ്രൊസീഡ് വിത്ത് ഇറ്റ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങും? വിൽ ബി ഗ്രീറ്റിംഗ് അറ്റ് ഫസ്റ്റ്. സോ ഗുഡ് മോർണിംഗ്, ഇഫ് ദ പേഷ്യൻസ് നെയിം ഇസ് ജോൺ, വിൽ ബി സെയിങ് ഗുഡ് മോർണിംഗ് ജോൺ. Well, let me remind you once again, I am Nurse Varsha working in this hospital and I am the assigned person for you today. വെൽ, ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം, അല്ലേ? ഫസ്റ്റ് ടാസ്ക് നമ്മുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻറ്റ് ഫീൽസ് അബൌട്ട് എൻഡോസ്കോപ്പി. പേഷ്യൻറ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു പ്രൊസീജിയറിനെ പറ്റി ഹൗ ഇസ് ദ പേഴ്സൺ ഫീലിംഗ് റൈറ്റ് അറ്റ് പ്രസൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്കത് യെസ് ഇൻട്രോ കൊടുക്കുന്നു, ദെൻ മേക്കിംഗ് ദ പേഴ്സൺ കംഫർട്ടബിൾ. ഓക്കെ ഫൈൻ, യെസ് വിൽ ബി ആസ്കിംഗ് ദ പേഴ്സൺ അബൌട്ട് ഹൗ ദേ ആർ ഫീലിംഗ് അറ്റ് പ്രസൻറ്റ് അബൌട്ട് ദി പ്രൊസീജിയർ. സോ കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ യു ഫീൽ അബൌട്ട് എൻഡോസ്കോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? അവിടെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ഫ്രെയിം ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ ഫൈൻഡ് ഔട്ടിന് പകരം എന്ത് ചെയ്തു? കുഡ് യു പ്ലീസ് ടെൽ മീ എന്നുള്ളൊരു ഫ്രേസാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ കുഡ് യു പ്ലീസ് ടെൽ മീ. ഓക്കെ, ആൻഡ് ദ പേഷ്യൻറ്റ് ബിക്കംസ് എ യു ഹിയർ. അപ്പോൾ നമ്മൾ അവരോട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യു എന്ന് ചോദിക്കാം. വി ഹാവ് ടു യൂസ് നേഴ്സ് ഓർ നേഴ്സസ്. ഓക്കെ, സോ വെൻ സൂര്യ, ഇപ്പോൾ സൂര്യ പറയുന്ന രീതിയിലാണ്. ഇപ്പോൾ സൂര്യ പറയാണ് വൺ ഓഫ് ദി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സസ് എന്ന് തന്നെ പറയണം. ഓക്കെ, കാരണം ഞാൻ അവരിൽ ഒരാളാണ് എന്നല്ലേ സൂര്യ പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നേഴ്സസ് എന്ന് പറയാം. ഇഫ് യു ആർ സെയിങ് മൈ നെയിം ഇസ് വർഷ, ഐ ആം ദ നേഴ്സ് അസൈൻ ഫോർ യു, അപ്പോൾ അവിടെ ആ ഒരു നേഴ്സ് എന്നുള്ളത് വരത്തുള്ളൂ. അപ്പോൾ സൂര്യ എങ്ങനെയാണ് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോകുന്നു അതിനനുസരിച്ചിരിക്കും അപ്രോച്ച്. ഇഫ് യു ആർ സെയിങ് ഐ എം വൺ ഓഫ് ദി ഓർ വൺ അമംഗ് ദി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നേഴ്സസ് എന്ന് തന്നെ പറയണം. ബിക്കോസ് സൂര്യ പറയുന്നത് ഞാൻ അവരിൽ ഒരാളാണ്, അപ്പോൾ അവരവിടെ പ്ലൂറലാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അവരിൽ പ്ലൂറൽ എന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്ലൂറൽ ടെൻസ് വന്നതുകൊണ്ട് നമ്മളവിടെ വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നേഴ്സസ് എന്ന് പറയും. ഇഫ് യു ആർ സെയിങ് മൈ നെയിം ഇസ് വർഷ ആൻഡ് ഐ ആം ദി അസൈൻ നേഴ്സ് ഫോർ യു, അപ്പോൾ അവിടെ നേഴ്സ് മതി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സൂര്യ. യെസ് ഡംപി, ഐ ജസ്റ്റ് സോ യുവർ text in the comment section also. Thank you so much for letting us know and heartfelt congratulations to you. 370 is a very good score. Congratulations. Thank you so much for coming once again and sharing your good news with all of us. Thank you so much dear and congratulations. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞ എന്താണ്? കുഡ് യു പ്ലീസ് ടെൽ മീ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തു, അല്ലേ? ഓക്കെ ആണോ? ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. സോ കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ യു ഫീൽ അബൌട്ട്, അല്ലെങ്കിൽ ഹൗ യു ഫീൽ അബൌട്ട് ദി എൻഡോസ്കോപ്പി എന്ന് നമുക്ക് അവിടെ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഇൻട്രൊഡ്യൂസ്. ഇപ്പോൾ നോൺ കേസ് പോകുന്ന അതുപോലെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട രീതിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. സോ വിൽ ബി ഗ്രീറ്റിംഗ് ദ പേഴ്സൺ, ഗിവിംഗ് അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് asking the person, coming to the first task, asking the person about how they are feeling about the procedure എന്നുള്ള ചോദിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ ഇനി ഇങ്ങനെയല്ല, നിങ്ങൾ അൺനോൺ ടു നോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സോ ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഐ എം നഴ്സ് വർഷ വർക്കിംഗ് ഇൻ ദിസ് ഫെസിലിറ്റി. സോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? വെൽ നഴ്സ്, ഐ ഹാവ് ബീൻ ഷെഡ്യൂൾഡ് ഫോർ എൻ എൻഡോസ്കോപ്പി ബട്ട് ഐ ജസ്റ്റ് നീഡ് സം മോർ ഇൻഫർമേഷൻ എന്തായിരിക്കും അവർ പറയുന്നത്? എന്തായാലും ആ ഒരു കാര്യം തന്നെയാണ് അവർ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരോട് ആദ്യമേ അവരെ എന്ത് ചെയ്യാം? റിലാക്സ്ഡ് ആക്കാം, അല്ലേ? വെൽ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. യു ആർ അറ്റ് ദ റൈറ്റ് ഫെസിലിറ്റി ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ ദ സെയിം ടു യു. So before proceeding further, could you please state your name and age for my clarification? Oh yeah, so let me just check my file. Oh yes, I can see that you have been scheduled for an endoscopy to investigate your gastro-oesophageal reflux. Am I right? Oh well. So could you please tell me, John, how are you feeling about the endoscopy? എന്ന് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് വരാം. മനസ്സിലായോ? രണ്ടാണെങ്കിലും അപ്രോച്ചിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. കംപ്ലീറ്റ്ലി ഒരു അൺനോൺ ആക്കി മാറ്റരുത്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നോണായിട്ട് അപ്രോച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അൺനോൺ ടു നോൺ. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടാസ്ക് കവർ ചെയ്തു. ഹൗ ഇസ് ദ പേഴ്സൺ ഫീലിംഗ് അബൌട്ട് എൻഡോസ്കോപ്പി എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു റെസ്പോൺസ് എന്തായിരിക്കും? അപ്പോൾ ആ ഒരു മുകളിലത്തെ ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം ദ പേഷ്യൻ്റ് ഇസ് ആക്ച്വലി ആൻഷ്യസ്, റൈറ്റ്? അവർക്ക് എന്തോ ഒരു ആൻസൈറ്റി ഉണ്ട് ഈ പ്രൊസീജിയറിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ടാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടാസ്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ എക്സ്പ്ലെയിൻ വാട്ട് എൻഡോസ്കോപ്പി ഇസ്. അപ്പോൾ പേഷ്യൻ്റ് ആൻസൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ എൻഡോസ്കോപ്പി എന്നുള്ള കാര്യം ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇവിടെ ഒരു കാര്യം നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുകയാണ്, അല്ലേ? ഓൾവേസ് തിങ്ക് അബൌട്ട് ദിസ് തിങ്. ഓക്കെ, നമ്മളോടൊരു ക്വസ്റ്റ്യൻ അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് വരുമ്പോൾ അത് രണ്ട് രീതിയിലായിരിക്കാം നമുക്ക് വരാം. ഒരെണ്ണം എന്ന് പറയുമ്പോൾ അവരൊരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നു. വെൽ ഐ എം കൺസേൺ, ഐ വോണ്ട് ടു നോ അബൌട്ട് ദിസ് തിങ്, ഐ എം ടു മച്ച് വറീഡ്. ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്ന കേസസ്. ഓൺ ദി അതർ ഹാൻഡ് ചില സമയത്ത് അവർക്ക് ഇനിയും ഇൻഫർമേഷൻ അറിയണം എന്ന രീതിയിലായിരിക്കും അവർ പറയാം. സോ ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദിസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആൻസൈറ്റി അല്ല, അവർക്ക് ഈഗർനെസ് ആണ് അതറിയാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ രണ്ട് രീതിയിലുള്ള റെസ്പോൺസസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രണ്ട് രീതിയിൽ വന്നാലും നമ്മൾ അതിനൊരു അഡിക്വേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു അപ്രോച്ച് വേണം. ഇഫ് ഇൻ കേസ് ദ പേഴ്സൺ ഇസ് എക്സ്പ്രസിങ് എ കൺസേൺ, ഒരു ആൻസൈറ്റി ആണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ സിമ്പത്തൈസ് ചെയ്യണം. വെൽ ഐ നോ ഹൗ യു ഫീൽ അബൌട്ട് യുവർ സിറ്റുവേഷൻ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യു ആർ വറീഡ് അബൌട്ട് ദിസ്, വെരി ഗുഡ് ജിസ, യെസ്, അഷ്യോർ ചെയ്യുന്നു, അല്ലേ? ആൻഡ് നമുക്ക് അഷ്യോറൻസ് കൊടുക്കാം. ആൻഡ് ഇഫ് ഇൻ കേസ് ദ പേഴ്സൺ ഇസ് എക്സ്പ്രസിങ് എൻ ഈഗർനെസ് ടു നോ സംതിങ്, ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരു ഈഗർനെസ് ആണെന്നുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ, ഐ കൻ ദാറ്റ് ഈസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ് എന്ന് നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇത് രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോപ്പർ റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണ്ടിയിട്ടുള്ളൊരു അപ്രോച്ച് നിങ്ങളും ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇപ്പോൾ പേഷ്യൻ്റ് പറയാണ് ഹൗ ദ പേഷ്യൻ്റ് ഇസ് ഫീലിംഗ് അബൌട്ട് എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഫ്രോം ദ സിനാരിയോ ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ ഹാവിങ് സം ക്ലൗഡഡ് ഐഡിയേഷൻ, റൈറ്റ്? എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? സോ വെൽ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ ബട്ട് യു ഡോണ്ട്, യെസ് ഡെഫിനറ്റ്ലി, yes Biju, I can understand your concern, but nothing to be worried about. I'm here to help you with it, and definitely I'll sort out every concerns that you have at present എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് റീഅഷ്യോർ ചെയ്യുന്നു, അവരെ ഒന്ന് എംപത്തൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുമായിട്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം അഷ്യോറൻസും കൂടി കൊടുക്കുന്നു. യെസ്, വെരി ഗുഡ് മോർണിംഗ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഹിയർ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ടാസ്ക്. നമ്മുടെ ഫസ്റ്റ് ടാസ്കിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? എക്സ്പ്ലെയിൻ വാട്ട് എൻഡോസ്കോപ്പി ഇസ്. ഇനി എന്താണ് എൻഡോസ്കോപ്പി എന്ന് നിങ്ങളൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് റിക്വയർഡ് ഓൾസോ, റൈറ്റ്? ദ പേഴ്സൺ ഇസ് ഹാവിങ് സം ക്ലൗഡഡ് ഐഡിയേഷൻസ്. അവർക്ക് എന്തൊക്കെയോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, വെരി ഗുഡ് റോസ്ലിൻ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് എൻഡോസ്കോപ്പി ഇസ്. ഓക്കെ, വെരി ഗുഡ്. I'm so glad that you people are with me. Yes, so let me explain what endoscopy is. അത് കഴിഞ്ഞ് നോക്കിക്കേ, ഇൻസേർഷൻ ഓഫ് എ ലോങ് ട്യൂബ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ഒരു കണക്ഷൻ അങ്ങോട്ട് വരുന്നില്ല, അല്ലേ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു പ്രൊസീജിയർ ആയിരിക്കും. ഓക്കെ, സോ either we will be talking about a procedure or a disease condition. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷൻ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഡിസീസിനെ പറ്റിയിട്ടായിരിക്കും, ഡിസീസ് എന്ന് തന്നെ ഞാൻ പറയാം. സോ ഈ രണ്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മളൊരു കാര്യം പറയാണ്. സോ ഒരു പ്രൊസീജിയർ എന്ന രീതിയിൽ എൻഡോസ്കോപ്പി എടുക്കാം. ഡിസീസ് കണ്ടീഷനായിട്ട് ഇമാജിൻ നമ്മൾ പറയാൻ പോകുന്നത് ഡയബറ്റിസ്. നമുക്ക് ഡയബറ്റീസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ സോ ഡയബറ്റീസ് ഈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർ ഒരു കണക്ഷൻ വേർഡ് അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ലൈക്ക് അതുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വായിച്ച് പോകുമ്പോഴത്തേക്കും ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാം? സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ആഡ് ഓൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടും. അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഒരു ക്ലാരിറ്റി കാണും. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓർ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതായിരിക്കും? പ്രൊസീജിയർ. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഡയബറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഡയബറ്റീസ് ഈസ്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? സോ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അതൊരു പ്രൊസീജിയർ ആണ്, അല്ലേ? കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ എന്ന് നമുക്കിവിടെ ഇൻവോൾവ് ചെയ്യാം. സോ ഇതിനകത്തേക്ക് ഒരു ഇൻക്ലൂഡിങ് ഞാനൊരു പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ്
a procedure. ഓക്കെ, ഇനി പ്രൊസീജിയർ അത് കഴിഞ്ഞ് നോക്കി ഇൻസേർഷൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? വിച്ച് ഇൻവോൾവ്സ് ദ ഇൻസേർഷൻ ഓഫ് എ ലോങ് തിൻ ട്യൂബ് എന്ന് പറഞ്ഞുകൂടെ? വിച്ച് ഇൻവോൾവ്സ് എന്ന് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തായി? മീനിങ് ഫുള്ളായി. മനസ്സിലായോ? ഐ ഹോപ്പ് യു പീപ്പിൾ ആർ വിത്ത് മീ. which involves the insertion of a long thin tube directly into the body to observe internal organ. ഈ പേഷ്യൻ്റെ കേസിൽ എന്താണ്? gastro-intestinal tract. മനസ്സിലായോ? അപ്പോൾ ഇനി കേസ് അതൊരു ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഡയബറ്റിസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? Okay, you got a similar cue card. Okay, fine. Yes. So, see, Dumpy has already commented she got a very similar card just like this for her examination. Okay, Dumpy, thank you for sharing that information. So, people be ready with such sort of a card. So, explain what endoscopy is. In the parayumbo endoscopy. So, let me explain what endoscopy is. So, it is a procedure which involves the insertion of a long thin tube directly into the body to observe internal organ, that is the gastro-intestinal tract. ഇനി അതൊരു കണ്ടീഷൻ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? Let me explain what diabetes is. So it is a condition in which എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ക്ലിയർ ആയോ? സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലാരിറ്റി റിഗാർഡിംഗ് ദ പ്രോപ്പർ സെൻറ്റൻസ് സ്ട്രക്ചർ. ഇപ്പോൾ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആകും. അപ്പോൾ ഓൾവേസ് ജസ്റ്റ് കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുക മാത്രമല്ല, സെൻറ്റൻസിനൊരു മീനിങ് ഫുൾ ആവുന്നുണ്ടോ എന്നും കൂടി നമുക്കൊന്ന് നോട്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സോ ഇറ്റ് ഇസ് എ പ്രൊസീജിയർ വിച്ച് ഇൻവോൾവ്സ് എന്ന് ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് അല്ലാതെ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൊസീജിയർ ഇൻ വിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ലൈക്ക് ഒരു കണ്ടീഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Clear ayo? So let me explain what endoscopy is. Let me explain regarding endoscopy. Shall I proceed? Which is insertion of a long thin tube. Okay. In which the insertion എന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു പ്രൊസീജിയർ, ആ ഒരു എങ്ങനെയാണ് പോകുന്നത്? ഇൻ വിച്ച് there will be an insertion എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, റിബി ഗുഡ്, വെരി ഗുഡ്. യെസ്, സോ ഇവിടെ നമ്മൾ ആ ഒരു പോയിന്റ് കൺവേ ചെയ്തു. ഹിയർ ഐ ജസ്റ്റ് യൂസ് ദ വേർഡ് ലെറ്റ് മീ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ സിമ്പത്തൈസ് ചെയ്തു, റെഷോറൻസ് കൊടുത്തു, പിന്നെ ലെറ്റ് മീ വെച്ചിട്ട് നമ്മൾ ഈ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ഒരു ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യാൻ നമ്മൾ ആ പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ am I clear to you? Let us consider the patient's name as John. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പേഷ്യൻ്റെ പേര് ജോൺ എന്നാണ്. ഓൾവേസ് കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. സോ ആ പേഷ്യൻ്റ് ഇസ് ജോൺ. സോ സൂൺ ആഫ്റ്റർ ദാറ്റ് വിൽ ബി ആസ്കിങ് ജോൺ, നമ്മൾ ഈ പറഞ്ഞ കാര്യം അവർക്ക് ക്ലിയർ ആയോ? സോ am I clear to you John? Okay. Yes, it is a non-invasive procedure. നമുക്ക് പറയാം. Yes Sonia, very good. Yes, coming to the next point. So explain preparations needed. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇനി എന്ത് ചെയ്യാം? The person is need some information ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇവിടെ person wants more information. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് എന്തൊക്കെ വേണോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ അറിയണം എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം അല്ലേ? എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്? സോ do you need any clarification അല്ലെങ്കിൽ do you have any concern എന്നുള്ള കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ do you have any questions, അവർക്ക് എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് അറിയാനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അവരോട് ചോദിക്കാം. do you have any question or do you have any concern? അപ്പോൾ അവർക്ക് അറിയാനുള്ളത് പ്രിപ്പറേഷൻ നീഡ്സിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെ പ്രിപ്പറേറ്ററി കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടെ ഒരു ആൻസൈറ്റി ആണോ ഈഗർനെസ് ആണോ അവിടെ എക്സ്പ്രസ് ആവുന്നത്? നമ്മൾ അവിടെ എംപത്തൈസ് സിമ്പത്തി ഫ്രേസ് ആണോ യൂസ് ചെയ്യേണ്ടത് അതോ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ആണോ ചെയ്യേണ്ടത്? കെൻ യു ജസ്റ്റ് കമൻറ്റ് ഡൗൺ? യെസ്, ഇസ് ദർ എനിത്തിങ് ഡു ഐ നീഡ് ടു ക്ലാരിഫൈ? ഓക്കെ, യെസ്, ഓക്കെ ഫൈൻ. യെസ്, സോ ഇവിടെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനുള്ള എനിക്ക് ആൻസർ കിട്ടിയില്ല. So can you just comment down? So what sort of a phrase should we use here? Like is it whether yes, very good, I have got the comment. Appreciate aanu cheyendadu. Hi Bindu ma'am is here. Okay, so
Then coming to the next point, yes, definitely നമ്മളിവിടെ അപ്രിഷിയേറ്റ് ചെയ്യണം അല്ലേ. അവിടെ ഒരു ആൻസൈറ്റി ആയിട്ടൊരു കാര്യം വരുന്നുണ്ടോ? ഇല്ല. ദ പേഴ്സൺ ഇസ് എക്സ്പ്രസിങ് ദെയർ ഈഗർനെസ് ടു നോ മോർ അബൌട്ട് ദ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ വി ഹാവ് ടു എക്സ്പ്രസ്, വി ഹാവ് ടു അപ്രിഷിയേറ്റ് ദ പേഴ്സൺ ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ ജസ്റ്റ് സേ ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻസ് നീഡഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ക്ലിയർ ആയോ? സോ എപ്പോഴും കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. അവിടെ ഒരു ഈഗർനെസ് ആണോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ആണോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻസ് നീഡഡ്. ഇനി എന്തൊക്കെയാണ്? Nil by mouth from midnight, only clear fluids for 6 hours prior to the procedure. ഒന്നല്ല, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് സൈൻ പോസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവില്ലേ. സോ ഫസ്റ്റ്ലി യു നീഡ് ടു ബി nil by mouth from midnight and only clear liquids for 6 hours prior to the procedure. അപ്പോൾ അത് നമുക്ക് ഇനി അവർക്ക് മനസ്സിലായോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഫ്രേസും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്താണ്? am I understandable to you? ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? am I understandable to you എന്നുള്ള കാര്യം കൂടി നമുക്കവിടെ ഇൻക്ലൂഡ് ചെയ്യാം. Is it clear? Yes, Viju, nothing to worry about. It is a procedure done to examine structures inside your body up close. During an endoscopy, places a long thin tube endoscope inside your body until it reaches the organ. Okay, very good. It is, the person have given me a lot of information about endoscopy. So നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ആ ടാസ്കിനെ തന്നെ എന്ത് ചെയ്യാം? സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ വാട്ട് എവർ ഇസ് ഗിവൻ ഹിയർ ആ രീതിയിൽ തന്നെ ആ ടാസ്കിനെ ജസ്റ്റ് അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുകയും ചെയ്യാം. ക്ലിയർ ആയോ? So yeah, thank you for sharing that information also. That is, that's an effort. You have typed all this thing. Thank you for that. Yes, so coming to this thing, നമ്മളത് ചോദിച്ചു, പ്രിപ്പറേഷൻസ് നീഡഡ് എന്തൊക്കെയാണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. സൂൺ ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്തു. ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് ചോദിച്ചു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ഒന്ന് മൂവ് ഓൺ ചെയ്താലോ? നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഫാസ്റ്റിംഗ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നിൽ ബൈ മൗത്ത് ആണ് വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. എപ്പോൾ തൊട്ടാണ്? ഫ്രം മിഡ് നൈറ്റ് തൊട്ട്, പ്രൊസീജിയറിന് മുന്നേ തലേദിവസം തൊട്ടേ തന്നെ എന്തായിരിക്കണം? നിൽ ബൈ മൗത്ത് ആയിരിക്കണം. ആൻഡ് അങ്ങനെ പറയുമ്പോൾ പേഷ്യൻ്റ് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ ഇനിയും വേണം. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഫാസ്റ്റിംഗ്, വൈ ഇറ്റ് ഇസ് റിക്വയർഡ് എന്ന് പറയുമ്പോൾ മേ ബി അവരിങ്ങനെ ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ടാസ്ക് കാണുമ്പോൾ നമുക്കറിയാം. സോ am I clear to you? ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അവരോട് ഇനിയും ഫർദർ മോർ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേ ബി പേഷ്യൻ്റെ ഒരു കൺസേൺ, വൈ ഇറ്റ് ഇസ് റിക്വയർഡ് ഫോർ മീ ടു ഫാസ്റ്റ്. ഞാൻ ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇസ് ഇറ്റ് റിയലി റിക്വയർഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവർക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് എക്സ്പ്ലനേഷനായിട്ട് തന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുകയാണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് അവരെ ലൈക്ക് അവരുടെ ഒരു കൺസേൺ എന്ന രീതിയിലായിരിക്കും അവരത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഇസ് ഇറ്റ് റിയലി റിക്വയർഡ് ഫോർ മീ ടു ഫാസ്റ്റ്? യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ആർ ബിറ്റ് ഓഫ് ആൻഷ്യസ് about it, but nothing to worry. Let me explain to you the need for fasting. So there is a risk of aspiration under sedation. Moreover, it ensures good view and lower the chances of regurgitation. Other than that, improves procedure effectiveness. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോപ്പർലി ഓരോന്നായിട്ട് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സൈൻ പോസ്റ്റ് ചെയ്യാം. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. സോ ദാറ്റ് ഇസ്, yeah, I can understand your concern, or I can really feel you're anxious. So let me explain. But don't worry, let me explain the need for fasting. Firstly, there will be a risk of aspiration under sedation. Secondly, it ensures good view. Thirdly, it lowers the chances of regurgitation. In addition to that, improves the procedure effectiveness. സോ ഐ ഹോപ്പ് യു ഗെറ്റ് മൈ പോയിൻറ്റ്. അപ്പോൾ അവിടെ ആ ഒരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യിക്കാം. മനസ്സിലായോ? ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ആ സൈൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് കണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോന്നും പിക്ക് ചെയ്ത് പറയുമ്പോൾ അത് അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ഗീവ്സ് എൻ ഇമ്പാക്റ്റ്. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് എന്തായിരിക്കും? കുറച്ചും കൂടി ഇമ്പാക്റ്റും കൂടി ഫീൽ ചെയ്യിക്കും. സോ യു മേ ഫോളോ ദിസ് ടെക്നീക്സ്. ഓക്കെ, ഇതെല്ലാം സ്ട്രാറ്റജീസ് ആണ്. യു നോ ഹൗ ടു മേക്ക് ദ പ്രസൻറ്റേഷൻ, ബട്ട് വൈ ആർ യു പീപ്പിൾ ദെൻ ജോയിനിങ്? ബിക്കോസ് യു നീഡ് സം ടിപ്സ് ഓർ ദ വേ യു നീഡ് ടു പ്രസൻറ്റ്. എങ്ങനെയായിരിക്കണം കുറച്ചും കൂടി ഇമ്പാക്റ്റ്ഫുൾ ആക്കുക? അതിനുള്ള സ്ട്രാറ്റജീസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ നമ്മൾ സൈൻ പോസ്റ്റ് ചെയ്ത് ഓരോ പോയിൻറ്റ്സ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇനി അതർ ദാൻ ദാറ്റ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ഹോൾ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഹോൾ പ്രൊസീജിയറിനെ പറ്റി പറയാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും ഫർദർ മോർ ഇൻഫർമേഷൻ അറിയാനുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്യാരി ഔട്ട് ദ ടാസ്ക് ഓൾ ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്ത് പറയാം? ഫർദർ മോർ ഐ വുഡ് ലൈക്ക് ടു ഗീവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹോൾ പ്രൊസീജിയർ.
ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അവർക്ക് വേണ്ടിയിട്ടുണ്ടോ, അവർക്ക് വേണ്ടതായിട്ടുണ്ടോ എന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ സീക്കാം. So the person wants to know about the whole procedure. എന്താണ് ഈ ഹോൾ പ്രൊസീജിയറിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. യെസ്, ഐ റിയലി റെസ്പെക്ട് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ അവർ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തിൽ അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് നമുക്ക് അവരെ എന്ത് ചെയ്യാം, എൻകറേജും കൂടി ചെയ്യാം. Okay, so that is a reasonable question from your side. I would like to give more information about the whole procedure. The procedure will be carried out in 30 minutes to 2 hours, or the procedure will take around 30 to 2 hours, and the procedure will be, during the procedure you will be given anesthesia, which gives a moderate or deep sedation, helps to minimize the pain and discomfort that you might be experiencing. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ടൈമിനെ പറ്റിയിട്ടും ഒന്ന് അനസ്തേഷ്യയുടെ കാര്യം പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ. അപ്പോൾ അനസ്തേഷ്യയെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്, ഓർ I really appreciate you. That is a reasonable question. So I would like to give more information about the whole procedure to you. So it takes around 30 minutes to 2 hours. അപ്പോൾ അത് സമയം പറയാണ്, അപ്പോൾ സമയം എടുക്കും എന്ന് പറയണ്ടേ. It takes around 30 minutes to 2 hours. And you will be given anesthesia. അപ്പോൾ anesthesia എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, you will be given anesthesia with a deep or moderate or deep sedation, which helps to minimize the pain and discomfort. Yes, I would like to give more information. I will give you leaflet which gives you clear instruction about the procedure. Yes, very good Sonia, നമുക്ക് ഡെഫിനറ്റ്ലി അതും ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇഫ് യു വോണ്ട് ടു ആഡ് ദാറ്റ് ടുവേർഡ്സ് ദി എൻഡ് ആണെന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും. ലൈക്ക് ആഫ്റ്റർ പ്രൊവൈഡിങ് ഓൾ ദ ഇൻഫർമേഷൻ, ബിക്കോസ് ഇനി നമുക്ക് ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് പറയുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ് വുഡ് ബി മച്ച് മോർ ബെറ്റർ. ലൈക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഓക്കെ, ഇത് കൂടാതെ ഞാനൊരു ലീഫ്ലെറ്റും കൂടി തരാം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം എന്നും പറയാം. വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് തിങ്. യെസ്, സോ കമ്മിങ് ടു ഹിയർ, നമ്മൾ അവിടെ ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ടൈമിങ്ങിനെ പറ്റിയിട്ട്, ഇറ്റ് ടേക്സ്, അതിനത്രയും സമയമെടുക്കും. ഇറ്റ് ടേക്സ് 30 minutes to 2 hours. And moreover, you will be provided with anesthesia. You will be given anesthesia with deep or moderate sedation, which helps to minimize the pain and discomfort. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം നമ്മളൊരു പ്രോപ്പർ ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ വേർഡ്സ് ആഡ് ചെയ്താൽ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആവുന്നുള്ളൂ അല്ലേ. അപ്പോൾ സെഡേഷൻ കഴിഞ്ഞിട്ട് മിനിമൈസ് എന്ന് പറയാൻ പറ്റില്ല, ആ സെഡേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ടു മിനിമൈസ് ദ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്. ക്ലിയർ ആയോ? അപ്പോൾ അവിടെയും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചോദിക്കാം, whether the person is following our words or not. Are you following my words എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യാം. I hope you people are with me. I'm just moving to the next point. So assure patient about complications are rare. Complications rare. അപ്പോൾ പേഷ്യൻ്റ് ഇനി അറിയാനുള്ള ഒരു കാര്യം എന്താണ്, കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട്. നമുക്ക് എന്ത് ചോദിക്കാം, ഡു യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് അബൌട്ട് ദിസ് എൻഡോസ്കോപ്പി ജോണിന് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? യെസ്, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? വെരി ഗുഡ്. യെസ്, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? യെസ്. അപ്പോൾ പേഷ്യൻ്റ് ഇനി ഒരു കാര്യം അറിയാനുള്ളത്, ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദ കോംപ്ലിക്കേഷൻസ്, ഐ എം ഗെറ്റിംഗ് ടു മച്ച് വറീഡ്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് എനിക്കറിയണം എന്ന് പറയാണ്. വാട്ട് ഇഫ് ദ പേഴ്സൺ ഇസ് സെയിങ്, ഐ വോണ്ട് ടു നോ അബൌട്ട് ദ കോംപ്ലിക്കേഷൻസ് ആൻഡ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ് ഓർ ദി സൈഡ് ഇഫക്ട്സ് ഓഫ് ദിസ്. ഈ 2 ക്വസ്റ്റ്യൻ ഒന്നിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 2 ടാസ്ക് ഒന്നിച്ച് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പേഷ്യൻ്റ് കാർഡിൽ ആക്ച്വലി അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യനാണ് അറ്റ് എ ടൈം ചോദിക്കുന്നത്. ലൈക്ക് അവർ കോംപ്ലിക്കേഷനും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് അതിൻ്റെ റിസ്ക് ഇൻവോൾവ് എന്തൊക്കെയാണെന്ന് അറിയണം. എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഈ പ്രൊസീജിയർ കൊണ്ട്? അപ്പോൾ റിസ്ക് എന്നൊരു വേർഡ് നമുക്ക് ആക്ച്വലി ഈ ടാസ്കിൽ എങ്ങും കാണാൻ പറ്റില്ല. അപ്പോൾ റിസ്ക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ആഫ്റ്റർ എഫക്ട്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഓൾവേസ് ലുക്ക് ഫോർ ദിസ് തിങ് ദാറ്റ് യു നോ വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ദ പേഴ്സൺ ഇസ് ആസ്കിങ്. ഡോണ്ട് ജംപ് ഇൻ ടു എ കൺക്ലൂഷൻ ദാറ്റ് ഓൾവേസ് ദ പേഴ്സൺ വിൽ ബി ആസ്കിങ് ഇൻ ദ റൈറ്റ് മാനർ, ലൈക്ക് ആ ഒരു ഓർഡറിൽ തന്നെ പോകും എന്നൊരു ഫാക്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്ത് ഒരിക്കലും ടാസ്കിനെ അപ്രോച്ച് ചെയ്യരുത്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസസ് നമ്മൾ പ്രോപ്പർലി കേട്ടിരിക്കണം.
ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നാസ് ഐ വോണ്ട് ടു നോ അബൌട്ട് ദ കോംപ്ലിക്കേഷൻസ്. ആക്ച്വലി ഐ എം വറീഡ് അബൌട്ട് ഇറ്റ്. അതർ ദാൻ ദാറ്റ് വാട്ട് ഇസ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദിസ് പ്രൊസീജിയർ? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എനിക്കറിയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആൻസൈറ്റി നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഒരു ആൻഷ്യസ്നെസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് സിമ്പത്തൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എവിടെയാണ് ഒരു സിമ്പത്തി ഫ്രേസ് വരേണ്ടത്, എവിടെയാണ് അവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ല ഇമ്പാക്റ്റ് തോന്നിക്കും നമ്മുടെ പ്രസൻറ്റേഷന്. ഓക്കെ, വെൽ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് your situation. You're feeling too much stressed out because of this, but nothing to worry about anything. As I've mentioned already, you are at the best facility and we are here to help you with it. And let me assure you that the complications are very rare. Like there are chances of having a tear of the gastrointestinal tract. അപ്പോൾ അവിടെയും നമ്മളൊരു വേർഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു, ചാൻസ്. ഒരു മിയ ചാൻസ് അല്ലെങ്കിൽ ഒരു റെയർ ചാൻസ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ലൈക്ക് ടിയർ ഓഫ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ചാൻസ് എന്നുള്ള റെയർ ചാൻസ് ഓഫ് ഹാവിങ്, ഓക്കെ, rare chance of having a tear of gastro-intestinal tract. Yes, Shruti പറഞ്ഞ പോലെ തന്നെ, but try not to worry about anything because we are well trained and equipped to handle any inconvenient situation. ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഞങ്ങൾ ഇവിടെ പ്രോപ്പർലി അത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എക്വിപ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നൊരു പോയിന്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കവർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? സോ വിൽ ബി സേയിങ് വെൽ your questions, your concerns are really understandable to me. I can understand the situation is quite frustrating for you, but let me tell you that the complications are very rare. There are rare chances of having a tear of the gastrointestinal tract, but you don't need to worry about that. Just like I mentioned, we are well trained and equipped to handle any inconvenient situation, so we will make sure that nothing wrong will go with you. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവാതെ ഞങ്ങൾ എന്ത് ചെയ്യും, ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ എപ്പോഴായാലും ഒരു പോയിന്റ് കൂടെ മനസ്സിൽ വെക്കണം, whenever you are saying something negative, ഓക്കെ, നെഗറ്റീവ് ഇൻ ദ സെൻസ് നമ്മൾ നെഗറ്റീവായിട്ട് എന്തൊക്കെയാണ് പറയുക, കോംപ്ലിക്കേഷൻസ് പറയും അല്ലേ, കോംപ്ലിക്കേഷൻസ് പറയാറുണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സൈഡ് ഇഫക്റ്റ് പറയും, ആഫ്റ്റർ ഇഫക്റ്റ് പറയും അല്ലേ. അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കണം, ഈ നെഗറ്റീവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവണം, ക്യാൻ യു ജസ്റ്റ് കോമെൻറ്റ് ഡൗൺ? ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായിരിക്കും. നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ആഫ്റ്റർ ഇഫക്ട്സ് കാണും. അതുപോലെ തന്നെ വരുന്നതാണ് റിസ്ക്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നെഗറ്റീവാണ്. ഈ നെഗറ്റീവ്സിനെ മൊത്തം നമ്മൾ കൗണ്ടർ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സംഭവം വെച്ചിട്ടായിരിക്കണം. എന്തായിരിക്കും ആ പോസിറ്റീവ്? ഡെഫിനറ്റ്ലി അതൊരു റീഅഷുറൻസ് ആയിരിക്കണം. സോ വെനെവർ യു ആർ കൺവേയിങ് നെഗറ്റീവ് തിങ്, ഓക്കെ, നിങ്ങൾ യെസ് പോസിറ്റീവ് ടോക്ക്, വെരി ഗുഡ് സൂര്യ. അപ്പോൾ അവിടെ ഈ നെഗറ്റീവ്സിനെ എല്ലാം നമ്മൾ കൗണ്ടർ ചെയ്യണം. മനസ്സിലായോ? ഈ നെഗറ്റീവിനെയൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും അവിടെ കൗണ്ടർ ചെയ്യുക? വിത്ത് എ പ്രോപ്പർ റീഅഷുറൻസ്. എംപത്തൈസ് ദ പേഷ്യൻറ്റ്. യെസ് റോസ്ലിൻ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ വെച്ചിട്ട് സിമ്പത്തൈസ് ചെയ്യണം ആൻഡ് ഓൾസോ പ്രൊവൈഡ് എ റീഅഷുറൻസ്. ഒരു കോംപ്ലിക്കേഷൻ പറയാണ്, സോ ദീസ് ആർ ദ കോംപ്ലിക്കേഷൻസ്. ആം ഐ ക്ലിയർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ? ആ ഒരു പേഷ്യൻ്റിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബട്ട് നത്തിങ് ടു വറി, സോ ദീസ് ആർ ദി കോംപ്ലിക്കേഷൻസ് ബട്ട് നത്തിങ് ടു വറി, വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ പറയണം, സോ ദീസ് ആർ ദി സൈഡ് ഇഫക്ട്സ് ദാറ്റ് മൈറ്റ് ഹാപ്പൻ. ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ ടു യു എന്ന് പറഞ്ഞാലും എന്താണ്, പേഷ്യൻ്റെ ഒരു ഇമോഷൻ നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബട്ട് യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എനിത്തിങ് ബിക്കോസ് വി ആർ വെൽ ട്രെയിൻഡ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സ് എപ്പോഴെങ്കിലും നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സൈഡ് എഫക്റ്റ്, കോംപ്ലിക്കേഷൻ, ആഫ്റ്റർ എഫക്ട്സ്, റിസ്ക് ഒക്കെ നമ്മൾ ഇൻവോൾവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് പ്രൊവൈഡ് എ റീഅഷുറൻസ്. അത് കഴിഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? അതിന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് തോന്നിക്കും. നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്? എക്സ്പ്ലെയിൻ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് സെഡേഷൻ. സെഡേഷൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാം? പേഷ്യൻ്റ് ചോദിച്ചു എന്തെങ്കിലും റിസ്ക് ഉണ്ടോ നാസേ, ഇസ് ദർ എനി റിസ്ക്? അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും ഞാനൊരു റീഅഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ആൻഡ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യാം അല്ലേ. നമ്മൾ ആ പറഞ്ഞ പോയിന്റ് പേഷ്യൻ്റ് മനസ്സിലായോ എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചോദിക്കാം, ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ഫ്രേസ്, ആർ വി ഓൺ ദ സെയിം പേജ്? ഞാൻ ആ പറഞ്ഞ അത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായോ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്? അപ്പോൾ പേഷ്യൻ്റ് ഒരു ക്വസ്റ്റ്യനോട് അതിൻ്റെ ഒപ്പം തന്നെ ചോദിച്ചെന്നിരിക്കട്ടെ, കുഡ് യു പ്ലീസ് ടെൽ മീ ദ കോംപ്ലിക്കേഷൻസ് ആൻഡ് ദ റിസ്ക് ഇൻവോൾവ്. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞ പോയിന്റ് വേറെ ഒന്നും കാണുന്നില്ല, കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നുന്ന ആഫ്റ്റർ എഫക്റ്റാണ്. നമുക്ക് അതിലേക്ക് വരാം. അലോങ് വിത്ത് ദാറ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് സെഡേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, അതിനെ ഒന്ന് ആ രണ്ട് പോയിൻറ്റ്സിനെയും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കണക്ടർ യൂസ് ചെയ്തു. ഓക്കെ,
Along with that, I would like to. Yes, so Nisha has commented, to be honest, there are some side effects after receiving the treatment. However, we have certain strategies to manage it. Very good, Nisha, very good. Yes, so along with that, I would like to explain the after effects of sedation. To be honest, there are some side effects like feeling of drowsiness, nausea, tiredness, sore throat, but nothing to be alarmed about it, because just like I mentioned, we'll be taking care of this adequately. Moreover, let me stress the need to arrange someone to take you home. അപ്പോൾ ആ ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ പേഷ്യൻ്റ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പേഷ്യൻ്റ് ഡിസ്കംഫേർട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ, സൈഡ് എഫക്ട്സ് ഓഫ് സെഡേഷൻ വരാൻ, ഡ്രൗസിനെസ്, നോഷ്യസ് ഫീലിംഗ് ആൻഡ് ഓൾസോ ടയർഡ്നെസ്, സോർ ത്രോട്ട് വരാം. അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട. സോ അറേഞ്ച് സംവൺ ടു ടേക്ക് യു ഹോം. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, റീഎൻഫോഴ്സ് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാണ്. മനസ്സിലായോ? സോ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു ഡൗട്ടായിട്ട് നമ്മളോട് കോംപ്ലിക്കേഷൻ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് ആണ് ചോദിക്കുന്നത്. വെൽ, ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ദിസ് മൈറ്റ് ബി റിയലി ഡിഫിക്കൽട്ട് ഫോർ യു. You might be feeling it quite challenging, but I can assure you that the complications are pretty rare. There are chances of having a tear of the gastrointestinal tract, but try not to worry about this thing, John, because we are well trained to handle any inconvenient situation. So are we on the same page, John? Okay, along with that, let me explain the after effects or the side effects of the sedation to you. It involves drowsiness, nauseous feeling, tiredness and sore throat, but nothing to be alarmed about it, John, because we are here to help you with it and we'll be taking care of you. So moreover, I just want to stress the need to arrange someone to take you home after the procedure. So ഇനി അതെന്ത് ചെയ്യണം, അതവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ, അതവർക്ക് കൺവീനിയൻ്റ് ആകുമോ, ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു, അതവർക്ക് ഓക്കെ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. യെസ്, സോ ഇൻഫോം പോസ്റ്റ് പ്രൊസീജിയർ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, മൈൽഡ് ഡിസ്കംഫേർട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അത്രയും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഡു യു ഹാവ് എനി ഫർദർ ക്വയറീസ്? ഓക്കെ, എന്തെങ്കിലും ഫർദർ ആയിട്ട് അവർക്ക് അറിയാനുണ്ടോ? ഡു യു ഹാവ് എനി ഫർദർ ക്വയറീസ് ടു മീ? യെസ്, അപ്പോൾ അവർക്കറിയാനുള്ള ഒരു കാര്യം എന്താണ്, സോ വാട്ട് അബൌട്ട് ദ പോസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജിനെ പറ്റി. പേഷ്യൻ്റ് ചോദിക്കാൻ പോകുന്നത് ഡിസ്ചാർജിനെ പറ്റിയിട്ടും ഫോളോ അപ്പിനെ പറ്റിയിട്ടുമാണ് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് പേഷ്യൻ്റ് ടാസ്കിൽ തന്നിട്ടുള്ളത്. എങ്ങനെയാണ്, ലൈക്ക് ഡിസ്ചാർജ് അറിയണം. സോ മേ ഐ നോ അബൌട്ട് ദി ഡിസ്ചാർജ് ആൻഡ് ദി ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അത് പറയുമ്പോൾ അവിടെ ഒരു ആൻസൈറ്റി ഇല്ല, അവിടെ അവർക്കറിയാനുള്ള ഈഗർനെസ് ആണ് അല്ലേ. നമുക്ക് എന്ത് പറയാം, യെസ്, ദാറ്റ് ഈസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ വാല്യുബിൾ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഐ റിയലി appreciate you for asking this question. Okay, thank you for asking that question to me എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Well, thank you for asking that question, John. Let me give you information about the post procedure. So there will be a mild discomfort and you need to take rest, but you don't need to worry because you'll be getting a quick recovery and the discharge will be in the same day itself. അപ്പോൾ സെയിം ഡേ തന്നെയാണ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് മി ഗീവ് പോസ്റ്റ് പ്രൊസീജിയർ ഇൻഫർമേഷൻസ് ടു യു. ദർ വിൽ ബി മൈൽഡ് ഡിസ്കംഫർട്ട്, യു നീഡ് ടു ടേക്ക് റെസ്റ്റ് and you'll be getting a quick recovery, so nothing to be alarmed about, and along with that the discharge will be in the same day itself. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു കൊടുത്തു പേഷ്യൻറ്റിന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചോദിക്കാം, are you with me so far എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, are you with me so far, John? Okay, so moreover, in addition to that, on top of it, let me tell you that, okay, on top of it, I want to mention that no follow-up appointment is required. But if symptoms worsened within 72 hours, such as fever, chills, chest pain, nauseous feeling or vomiting, so I would like to request you to please seek immediate attention, medical attention. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അവിടെ എന്താണ്, മൈൽഡ് ഡിസ്കംഫേർട്ടാണ്, റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആകും, ക്വിക്കർ റിക്കവറി തന്നെ പേഷ്യൻറ്റിന് കിട്ടും. പിന്നെ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞു, സെയിം ഡേ ഇറ്റ് സെൽഫ് ഡിസ്ചാർജ് ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് പേഷ്യൻ്റ് ഒരു ക്വസ്റ്റനോട് ചോദിച്ചുകൊണ്ട് നമ്മൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. സെയിം ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല, ബട്ട് എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ് പേഷ്യൻ്റ് നോട്ടീസ് ചെയ്യുകയാണ്, ലൈക്ക് ഫീവർ, ചിൽസ് ആൻഡ് ചെസ്റ്റ് പെയിൻ, ഫീലിംഗ് ഓഫ് നോഷ്യസ് ആൻഡ് വോമിറ്റിംഗ്, ദെൻ ഇമീഡിയറ്റ്ലി സീക്ക് മെഡിക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫൈനലി പേഷ്യൻറ്റിനായിട്ട് എന്ത് ചെയ്യാം, കൺക്ലൂഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോനിയ കമൻറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ ഒരു ലീഫ്ലെറ്റ് എന്നുള്ളൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വരുന്ന പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോൾ പ്ലേ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടുവേർഡ്സ് ദി എൻഡ് എന്ത് ചെയ്യാം, നമുക്ക് അവർക്ക് ഫർദർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊരു ലീഫ്ലെറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കൺക്ലൂഡ് ചെയ്യുക? സോ ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺ സോ ഫാർ, ആൻഡ് വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ എനി അതർ questions? Okay, so then John, I would like to mention here that I'll provide you a leaflet about the endoscopy procedure, and everything will be mentioned in detail in that. You may just go through it. If you feel any questions or any doubts at that point, feel free to contact us. We'll be here to help you with the same. അപ്പോൾ സമയമുണ്ടെങ്കിൽ let me just summarize what we have been discussed so far, so that you will be getting much more clarity. So you came here to know about എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് തൊട്ടേ വരാം. So you came here to know more about the procedure, that is endoscopy, which you're supposed to undergo, and you are scheduled for it, and you felt a bit of anxious about it. അപ്പോൾ ഞാൻ എല്ലാ ടാസ്കും കവർ ചെയ്യുന്നുണ്ട്. You were a bit of anxious about the procedure. I gave you an information about what is endoscopy. So it is a procedure which involves the insertion of a long thin tube directly into the body to observe the internal organ, that is the gastrointestinal tract. After that, I have explained the procedure requirements, that is the preparations needed for you, that is nil by mouth from midnight എന്ന് പറഞ്ഞിട്ട് ആ procedure നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ, ഒന്ന് ബ്രീഫിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? Are you clear with these points? Do you have any further questions to me? ഈ ഒരു ടാസ്ക് ക്ലിയർ ആയോ? Is everything fine? Can I just get some comments from your side? Is everything clear to you? Because I have got a questionnaire for you. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഗോട്ട് 2 എക്സാമ്പിൾസ്. അപ്പോൾ അതിന് നിങ്ങളുടെ റെസ്പോൺസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു ഫോർ ദ റെസ്പോൺസസ്, താങ്ക് യു. യെസ്, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ടാസ്ക്. ഇനി ഇത് വായിച്ചിട്ട് നിങ്ങളാണ് പറയേണ്ടത് ഇതെന്ത് കേസാണെന്നുള്ളത്. Okay, so just go through this case and let me know what kind of a case is this. ഈ ഒരു കേസ് എന്ത് കേസ് ആണെന്നുള്ളത് നിങ്ങൾ എനിക്കൊരു ക്ലാരിറ്റി തരേണ്ടതാണ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ്? ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എങ്ങനെ പോകും, അല്ലെങ്കിൽ എന്ത് കേസാണ്? സോ ദ സെറ്റിംഗ് ഗിവൻ ഹിയർ ഇസ് എ ഹോസ്പിറ്റൽ, ആൻഡ് യു സീ ദ മദർ ഓഫ് എ 4-year-old ബോയ് ഹു ഹാസ് ബീൻ ഷെഡ്യൂൾഡ് ഫോർ എ gastroscopy next week to confirm celiac disease. Child is not present. Find out the reason for the request to see you. So how will you go with the introduction of this case? Again, this is a case which is having a enquiry about the procedure enquiry ക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരാളാണല്ലേ. So tell me, ഈ ഒരു കേസിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കും? Can I get some comments from your side? ഇതെന്ത് കേസായിട്ടാണ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്? Yes. Have you got an idea about this case? Unknown to known. Okay. Surya has made the first comment. Yes, Surya. Unknown to known. Unknown case. എന്നാണ്, റിബി ആണോ റൈബി എന്നാണോ വായിക്കണേ, പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് അറിയില്ല. സോ റൈബി എന്ന് വിശ്വസിക്കുന്നു. സുധിമോൻ ഓൾസോ സേസ് ദാറ്റ് ദിസ് ഇസ് എ നോൺ കേസ്. ഓക്കെ, നോൺ കേസ്. എനി അതർ സജഷൻസ് ഫ്രം യുവർ സൈഡ്? അൺനോൺ ടു നോൺ, റോസ്ലിൻ. നോൺ കേസ്. അപ്പോൾ എല്ലാ കേസസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അൺനോൺ ടു നോൺ, അൺനോൺ, നോൺ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. റീന മാത്യു, അൺനോൺ കേസ്. ഓക്കെ, ഇപ്പം നമുക്ക് കുറച്ചധികം സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞു. എന്തായാലും ഇതൊരു ജസ്റ്റ് എക്സാമിൻ്റെയും അല്ല, അതുപോലെ തന്നെ ഹോം വിസിറ്റും അല്ല, അല്ലേ? ഈ 5 സിറ്റുവേഷൻസിൽ 5 കേസസിൽ ഈ 2 നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് 3 കേസിൻ്റെ 3 എണ്ണവും നിങ്ങളിവിടെ കോമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യ ഇസ് സേയിങ് അൺനോൺ ടു നോൺ, ആൻഡ് വാട്ട് ഷുഡ് ഐ കോൾ യു? ഇറ്റ്സ് ആം. ഓക്കെ, സോ യു ഹാവ് ടോൾഡ് മീ ദാറ്റ് ഇറ്റ് ഇസ് എൻ അൺനോൺ ടു നോൺ. യെസ്, അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സജഷൻസ് എനിക്കിവിടെ വന്നു. 3 കൈൻഡ് ഓഫ് കേസസ് ആണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. ഡൈജോ ഇസ് സേയിങ് ഇറ്റ് ഇസ് എൻ അൺനോൺ ടു നോൺ കേസ്. ഓക്കെ, ഫൈൻ. യെസ്, സോ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് കോമെൻറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇറ്റ്സ് എ ഹോസ്പിറ്റൽ സെറ്റിംഗ് അല്ലേ? നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻസിനൊന്ന്. ഓക്കെ, ഹായ് മരിയ. യെസ്, താങ്ക് യു മരിയ ഫോർ റെസ്പോണ്ടിങ്. യെസ്, സോ നമുക്ക് 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്യാം. സോ ഹൂ ആർ യു? സോ യു ആർ എ നഴ്സ് വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. To whom are you going to have the conversation? With the mother.
ഓക്കെ, അത് ഞാൻ ചോദിക്കാൻ കാര്യം എന്താണ്? ദ ചൈൽഡ് ഇസ് ഷെഡ്യൂൾഡ് ഫോർ ദി ഗാസ്ട്രോസ്കോപ്പി. ആൻഡ് ദ സെക്കൻഡ് തിങ്, വാട്ട് ആർ യു ഗോയിങ് ടു ടോക്ക് അബൌട്ട്? യു ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദി ഗാസ്ട്രോസ്കോപ്പി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കേസിനെ പറ്റി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, അതായത് സെറ്റിംഗ് സിനാരിയോ വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് കേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഗോ വിത്ത് ദ ഫസ്റ്റ് ടാസ്ക്. ഫൈൻഡ് ഔട്ട് ദ റിക്വസ്റ്റ്, റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ യു. അപ്പോൾ നിങ്ങളോട് ഇമാജിൻ ചെയ്യുക, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, നിങ്ങളോട് ആരോ വന്ന് പറയാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഇത് ഒരാൾ അവിടെ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആ വന്ന കാര്യം നമുക്കറിയില്ല എന്തിനാണെന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മളിനി ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് എന്തായിരിക്കും, ഡെഫിനറ്റ്ലി ഒരു നോൺ ആവാനാണ് ചാൻസും കൂടുതൽ, അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ടാസ്കിൽ നിന്ന് ആക്ച്വലി നമുക്കതിനെ കംപ്ലീറ്റ്ലി ഒരു നോൺ ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അവരെന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരെന്തിനാണ് റിക്വസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ അറിയണം, അതല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനെ നമുക്കൊരു അൺനോൺ ടു നോൺ കേസായിട്ട് തന്നെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് ഇതൊരു നോൺ കേസ് തന്നെയാണ്, നമുക്ക് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത പേഷ്യൻ്റ് ആണ്. പക്ഷേ ഫസ്റ്റ് ടാസ്ക് ഒന്ന് നോക്കിക്കേ, ആരോ വന്നിട്ട് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് കാണേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ, ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആദ്യമായിട്ട് എന്തായിട്ട് എടുക്കുന്നത്, ഇതിനെ ഒരു അൺനോൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ലേറ്റർ ഓൺ ആ കേസ് എന്തായി മാറും, ഒരു നോൺ കേസായിട്ട് മാറും. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. ആരോ വന്നിട്ട് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കാണണം. ഓക്കെ, എന്തിനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടി ഗാസ്ട്രോസ്കോപ്പിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്, നെക്സ്റ്റ് വീക്കാണ് കേട്ടോ, നെക്സ്റ്റ് വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, ഐ എം വറീഡ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിനെ പറ്റി അറിയാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയാലോ. അപ്പോൾ ഈ കേസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? ക്യാൻ വി ഗോ ടുഗെദർ? I'll be starting with a greeting. Well, good afternoon. It's already 12. Good afternoon. Please be comfortable. Let me introduce myself. I'm Nurse Varsha working in this hospital. So may I know the reason for your request to see me? എന്നായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു അല്ല, ഈ ഒരു ഫസ്റ്റ് ടാസ്ക് നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ യൂസ് ചെയ്തത്? ഫൈൻഡ് ഔട്ടിന് പകരം മേ ഐ നോ the request for the reason for the request to see. ഈ യു ആരാണ്? അത് നമ്മളാണല്ലേ. യു, യോർ ഒക്കെ ടാസ്കിൽ വരുന്ന എല്ലാം നേഴ്സിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. യു എന്ന് പറയുമ്പോൾ നിങ്ങളെയാണത് പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? മേ ഐ നോ ദ റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ മീ എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, മേ ഐ നോ ദ റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ മീ. എന്നെ എന്തിനാണ് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞത്? ക്ലിയർ ആയോ? ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് പറയുന്നത് എൻ്റെ വേറൊരു രീതി. ഓക്കെ, കാരണം അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, റാദർ ദാൻ ഗോയിങ് വിത്ത് ദി അതർ വേ. എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ മേ ഐ നോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് തന്നിരിക്കുന്ന ടാസ്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം നഴ്സ് വർഷ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. സോ മേ ഐ നോ ദ റീസൺ ഫോർ ദ റിക്വസ്റ്റ് ടു സീ മീ? Well, nurse, I'm worried about my child's situation. He's having a gastroscopy which is scheduled for next week and I'm a little bit worried about it. എന്ന് പറയുകയാണെങ്കിൽ ആ ടാസ്ക് പോവാം. ഓക്കെ ആണല്ലോ? I have got ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. I'm just moving on to the next one. I have got another sample for you. So this is the sample 2. So could you please comment on it? ഇത് എന്ത് കൈൻഡ് ഓഫ് കേസ് ആണ്? So the setting is a hospital and it is provided that you are a nurse. A 52-year-old patient is going to have a transesophageal echocardiogram next week and you are giving information about the test. A 52-year-old patient is going to have a transesophageal echocardiogram next week. You are giving information about the test. നമ്മുടെ ടാസ്ക് 1ലേക്ക് വരാം. കൺഫേം ദ പേഷ്യൻ്റ് ഇസ് ഷെഡ്യൂൾഡ് ടു ഹാവ് എ ട്രാൻസ്ഇസോഫേജിയൽ എക്കോകാർഡിയോഗ്രാം. ഫൈൻഡ് ഔട്ട് ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് ഹാഡ് വൺ ബിഫോർ. ഇത് കുറച്ചും കൂടി ഈസിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ലൈവ് സെഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വിത്തിൻ സെക്കൻഡ്സ് തരാൻ പറ്റും. ക്യാൻ ഐ ഗെറ്റ് സം കോമെൻറ്റ്സ് ഫ്രം യുവർ സൈഡ്? വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ് നൗ? ഓക്കെ, സുധി ഹാസ് കമൻറ്റഡ് ഇറ്റ് ഈസ് എ നോൺ കേസ്. Known case, okay, known. Yes, Roslyn, let me confirm. Okay. Anju, known case, okay. വേറെ എന്തെങ്കിലും കോമെൻറ്റ്സ് ഉണ്ടോ? ഇനി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആയോ കേസ് എന്താണെന്നുള്ളത്?
ഓക്കെ, നോൺ കേസ് എന്നാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ നോൺ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കൺഫേം എന്ന് വരുന്ന കീവേഡിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലേ. നമ്മുടെ കഴിഞ്ഞ ലൈവും എനിക്ക് തോന്നുന്നു കൺഫേം എന്നുള്ള കീവേഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് പോയത്. അപ്പോൾ കൺഫേം എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ വരാം. നമ്മുടെ റീസൺസ് കൺഫേം ചെയ്യുന്ന കേസസ് എന്തായിരിക്കും? ഐ ഹവ് ടോൾഡ് യു ലോട്ട് മെനി ടൈംസ്. അപ്പോൾ റെപ്പറ്റീഷൻ ആണ് ഫെയിൽ ചെയ്യുന്നവർക്ക് ഇറ്റ്സ് എ റീക്യാപ്പ്. ഫോർ ദ പീപ്പിൾ ഹു ആർ നോട്ട് ഹാവിങ് എ ക്ലാരിഫിക്കേഷൻ, അവർക്ക് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ കൺഫേം എന്ന് പറയുന്ന ടാസ്ക് ആക്ച്വലി രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, യോർ വിസിറ്റ്. ഓക്കെ, കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ അതൊരു നോൺ കേസ് ആയിരിക്കും. കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് ആണെങ്കിൽ അത് നോൺ കേസാണ്. അതേപോലെ തന്നെ അത് പേഷ്യൻറ്റിൻ്റെ വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതെന്ത് കേസായിരിക്കും? അതൊരു അൺനോൺ ടു നോൺ കേസായിരിക്കും. ക്ലിയർ ആയോ? ഈ യോർ എന്ന് പറയുന്നത് ആരാണ്? മുകളിലത്തെ നമ്മളാണ്. കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറയുമ്പോൾ നഴ്സിൻ്റെ വിസിറ്റ്, ആക്ച്വലി അത് പേർപ്പസ് ആണല്ലേ, അതുകൊണ്ട് അതൊരു നോൺ കേസായി മാറി. ഓൺ ദി അതർ ഹാൻഡ്, വെൻ വി ആർ കൺഫേമിങ് സംതിങ് അബൌട്ട് ദ പേഷ്യൻറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെന്ത് കേസായിരിക്കും? അതൊരു അൺനോൺ ടു നോൺ കേസായിരിക്കും. മനസ്സിലായോ? സോ ദ പേഴ്സൺ ഇസ് ഹാവിങ് ദ ട്രാൻസ്-ഈസോഫേജിയൽ എക്കോകാർഡിയം പ്രൊസീജിയർ ഇൻ ദി നെക്സ്റ്റ് വീക്ക്, വിച്ച് ഇസ് ഷെഡ്യൂൾ ടു ഹാവ് ഇൻ ദ നെക്സ്റ്റ് വീക്കിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിടെയും കൺഫ്യൂഷൻ ഉണ്ട്, അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് ഫസ്റ്റ് ടാസ്ക് നോക്കാം. കൺഫേം ദ പേഷ്യൻറ്റ് ഇസ് ഷെഡ്യൂൾ ടു ഹാവ് എ ട്രാൻസ്-ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കൺഫേം ചെയ്ത് സംസാരിക്കണം. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? വെൽ, ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ എം നഴ്സ് വർഷ, വർക്കിംഗ് ഇൻ ദിസ് hospital. So how may I help you today? Well, nurse, I have been scheduled for an trans-esophageal echocardiogram procedure. I want to seek more clarification regarding the procedure. Oh well, so could you please state your name and age for my confirmation? നമ്മൾ കൺഫേം ചെയ്യുകയാണ്. മനസ്സിലായോ? പേഷ്യൻ്റ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അൺനോൺ ടു നോൺ ആയിരിക്കും. Could you please state your name and age for my confirmation? Oh yes, let me just check my file. Oh yeah, I can see that you have been scheduled to have a trans-esophageal echocardiogram next week. Am I right? ഓക്കെ, അത് നമ്മൾ കൺഫേം ചെയ്തു, നമുക്ക് കൺഫേം ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് അത് നമ്മുടെ പേർപ്പസ് ആയിരിക്കും. കൺഫേം റീസൺ ഫോർ എനിത്തിങ് അബൌട്ട് ദ പേഷ്യൻറ്റ് ദാറ്റ് ഇസ് നമുക്ക് കൺഫേം ചെയ്ത് പറയാനുള്ളതാണ്. അവിടെ നമുക്ക് എന്ത് ചോദിക്കാം? അങ്ങനെ തന്നെയല്ലേ, ആം ഐ റൈറ്റ് എന്നിവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതങ്ങനെ തന്നെയല്ലേ, അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ അവിടെ ചോദിക്കുന്നത്. ആം ഐ റൈറ്റ്? Could you please tell me if you had one before or if you had this procedure before എന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? ഇപ്പോൾ ഇത് ക്ലിയർ ആയോ? Is everything fine with you? Did you get an idea regarding this particular situation? So we were having a discussion about the role play. ഇത് ക്ലിയർ ആണോ? Can you just comment down? Are you people confused now? കൺഫേം എന്നുള്ള രണ്ട് രീതി വരും. യോർ വിസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്തെങ്കിലും കൺഫേം ചെയ്യുകയാണെങ്കിൽ അത് നോൺ കേസ് ആയിരിക്കും. കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ്, നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ്. ഇനി അത് പേഷ്യൻറ്റുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതൊന്നും കൂടി ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളത് വന്ന് പറഞ്ഞാൽ പോരെ, ഐ എം ഹിയർ ടു ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ദി ട്രാൻസ്-ഈസോഫേജിയൽ എക്കോകാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ പോരെ. ഇത് പേഷ്യൻ്റെ കാര്യം കൺഫേം ചെയ്ത് നമ്മൾ സംസാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ അൺനോൺ ടു നോൺ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. Okay, thank you so much for the responses. So we were having a discussion on a role play card and how to approach a role play on procedure enquiry. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. ഈ ഒരു പ്രൊസീജിയർ എൻക്വയറി വരുന്നതിന് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കെൻ ഈദർ ബി അൺനോൺ ടു നോൺ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ അത് നോൺ ആവാം. മനസ്സിലായോ? ആ രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിലേക്കായിരിക്കും ഇത് മാക്സിമം വരിക. സോ ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. You got an idea regarding the situation, and thank you so much for to each and everyone present over here. You made the live session very much interactive. I felt like I'm having in-person conversation with you people. So thank you so much for joining, and I really hope that you people got an idea regarding how to approach this sort of a situation. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. So we'll be meeting in the next live session. Which is going to happen every Monday, as you are familiar. നമുക്ക് സ്പീക്കിംഗ് ലൈവ് സെഷൻസ് എല്ലാം മൺഡേസ് ആണുള്ളത്. Thank you so much for joining and being here, responding. Thank you so much, guys. So wishing you all the very best for your preparations, and also see you in the next live session. Thank you. Take care, and bye-bye.